Level 2 Malayalam Read Along Story. Learn about dogs. നായകളെക്കുറിച്ച് പഠിക്കുക. ഒരു നായയുടെ മൂക്ക് നനഞ്ഞതിന് കാരണം അത് ലോകത്തിലെ എല്ലാം മണത്തറിയാൻ അതിനെ സഹായിക്കുന്നു. കണ്ടോ, നായ്ക്ക് നനഞ്ഞ മൂക്ക് കാരണം അത് ലോകത്തിലെ എല്ലാം സാധനങ്ങളെയും മണത്തറിയാൻ പറ്റും. കണ്ടോ, ആപ്പിളിനെ മണക്കണു, ഒരു ചെറിയ ജീവിനെ മണക്കണു, അതുപോലെ പച്ചിലകൾ, പൂക്കൾ എല്ലാം. ഒരു നായ വേഗത്തിൽ വാല് ആട്ടുമ്പോൾ അവർ നിങ്ങളെ കാണുന്നതിൽ അതിയായ സന്തോഷത്തിലാണ് എന്ന് അതിനർത്ഥം. കണ്ടോ, നായൻ്റെ വാല് ആടുമ്പോൾ, നമ്മളെ കാണുമ്പോൾ ആടുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമാണ്, ഹാപ്പി ആയിട്ടിരിക്കണം. കണ്ടോ, നമ്മുടെ ചെവികൾക്ക് കേൾക്കാൻ കഴിയാത്തത്ര ചെറിയ ശബ്ദങ്ങൾ നായകൾക്ക് കേൾക്കാൻ കഴിയും. നമുക്ക് കേൾക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നായകൾക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് നായേനെ വിളിക്കണ വിസിലിന് പോലും നമ്മൾ ഊതിക്കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവില്ല. അതിന് നായ മാത്രമാണ് ആ വിസിലിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഊതുമ്പോൾ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ നായ ഓടി വരും. കണ്ടോ, ചെവി വെച്ച് കേൾക്കണ കണ്ടോ. നിങ്ങളുടെ നായയുടെ മീശ പ്രത്യേകിച്ച് ഇരുട്ടാകുമ്പോൾ അതിന് വഴി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നായ ഇരുട്ടായ മുറിയിൽ വഴി മനസ്സിലാക്കണ കണ്ടോ, അത് ആ മീശ കാരനാണ്. എൻ്റെ മീശ ഉള്ളതുകൊണ്ടാണ് അതിന് മനസ്സിലാകാൻ പറ്റണേ. എല്ലാ നായകൾക്കും ഒരു കുഞ്ഞിനെ പോലെ ചെറുതും ഓമനത്വമുള്ളതുമായ ഒരു നായ്ക്കുട്ടിയെ ആയിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. കണ്ടോ, പട്ടിക്കുട്ടി ഒരു കുഞ്ഞിനെ പോലെയാണ് അതും ജീവിതം ആരംഭിക്കുന്നത്. കിടന്നുറങ്ങണ കണ്ടോ, കുഞ്ഞിനെ പോലെ അതും കുറേ നേരം ഉറങ്ങും കൊച്ചായിരുന്നപ്പോൾ. നായ്കൾക്ക് നമ്മളെപ്പോലെ വിയർക്കാൻ കഴിയാത്തതിനാൽ ചൂടെടുക്കുമ്പോൾ അവ വായ തുറന്ന് കിതയ്ക്കുന്ന വേഗത്തിൽ ശ്വാസമെടുക്കുന്നു. കണ്ടോ, നമ്മൾ നായകളെ കാണുമ്പോൾ അവർ വായ തുറന്ന് ശ്വാസം എടുക്കാൻ നോക്കില്ലേ? അതിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവർക്ക് വേർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ വായ തുറന്ന് എപ്പോഴും ശ്വാസം എടുക്കുന്നത്. ഒരു നായ്ക്ക് പ്രിയപ്പെട്ട ഒരു കളിയുണ്ട്. അത് സാധാരണമായി നിങ്ങൾ എറിയുന്ന പന്ത് ഓടിക്കുക എന്നതാണ്. കണ്ടോ, നായ്ക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി നമ്മൾ പന്ത് എറിഞ്ഞു കൊടുക്കുമ്പോൾ അതിങ്ങനെ ഓടിപ്പോയി അതെടുത്തുകൊണ്ട് വരും. അതിങ്ങനെ ഓടി 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 അത് പിടിക്കും. പിന്നെയും നമ്മൾ എറിയും, അതിന് പിന്നെയും എടുക്കാൻ ഇഷ്ടം. നായ്ക്കത് വലിയ ഇഷ്ടമുള്ളൊരു കളിയാണ്. കണ്ടോ, ഒരു ചുമന്ന പന്ത് എടുക്കാൻ ഓടണ കണ്ടോ. നായകളുടെ പാദങ്ങളിൽ നഖങ്ങളുണ്ട്. പക്ഷേ ഒരു പൂച്ചയെപ്പോലെ അവർക്ക് അത് ഒളിപ്പിക്കാൻ കഴിയില്ല. നായേൻ്റെ നഖങ്ങൾ കണ്ടോ, അത് പൂച്ചയ്ക്കുണ്ട്. പക്ഷെ പൂച്ചയ്ക്ക് അത് ഒളിക്കാൻ പറ്റും. അതാണ് നായേൻ്റെയും പൂച്ചേൻ്റെയും വ്യത്യസ്തമായ രീതികൾ. ചില നായകൾ ഒരു ബ്രെഡ് കഷ്ണം പോലെ ചെറുതാണ്. ചിലത് ഒരു ചെറിയ കോവർ കഴുതയെ പോലെ വലുതാണ്. കണ്ടോ, കുട്ടിപ്പട്ടി ചെറിയ ബ്രെഡ് കഷ്ണം പോലെ ഒരു ബ്രെഡ് ഇരിക്കണുണ്ടോ ഇവിടെ. ചിലത് ഒരു കോവർ കഴുതയെ പോലെ നല്ല വലുപ്പത്തിലാണ്. എന്നാലും രണ്ടുപേരും പാവങ്ങളാണ്. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നായ ഒരു നല്ല ജീവിയാണ്. ഒരു നായയ്ക്ക് ദാഹിക്കുമ്പോൾ വെള്ളം നക്കി കുടിക്കാൻ അതിൻ്റെ നാവ് ഉപയോഗിക്കുന്നു. കണ്ടോ, നാക്ക് വെച്ചാണ് അത് വെള്ളം കുടിക്കുന്നത്. അതിനെപ്പോഴും ചൂട് കാലത്ത്
കുറേ വെള്ളം കുടിക്കാൻ തോന്നും. അല്ലെങ്കിലും നായ്ക്ക് വെള്ളം കുടിക്കാൻ വലിയ ഇഷ്ടമാണ്. അതിങ്ങനെ നക്കി 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 കുടിക്കും. ഒരു നായയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറങ്ങാനുള്ള സ്ഥലം സാധാരണയായി അതിൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. കണ്ടോ, രണ്ടുപേരും കൂടെ ഉറങ്ങണേ. ഈ കുട്ടീൻ്റെ പട്ടിയാണ് ഇത്, നായ. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങാണ്. വീട്ടിലെ മറ്റേതൊരു ശബ്ദത്തെക്കാളും നിങ്ങളുടെ നായയ്ക്ക് നിങ്ങളുടെ പേരും ശബ്ദവും നന്നായി അറിയാം. കണ്ടോ, നായൻ്റെ ശബ്ദം, നായൻ്റെ ചെവി ശബ്ദം കേൾക്കുമ്പോൾ പൊന്തിയിരിക്കണ കണ്ടോ? അതിന് സന്തോഷം വരണോണ്ട് അതിൻ്റെ വാല് മാട്ടണം. കണ്ട, അവർക്ക് വയറിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ തടവാൻ അവർക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതിൻ്റെ വയറ്റിൽ ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് അതിന് വലിയ സന്തോഷമാണ്. അതിങ്ങനെ ഉരുണ്ട് കളിക്കും. പുറത്ത് തണുപ്പായിരിക്കുമ്പോൾ ഒരു നായയുടെ രോമക്കുപ്പായം അവരെ ചൂടുള്ളവരും സുഖമുള്ളവരുമായി നിലനിർത്താൻ സഹായിക്കുന്നു. കണ്ടോ, നല്ല സുഖമായിട്ട് ഉറങ്ങണ എന്തുകൊണ്ടാണ്? എൻ്റെ രോമക്കുപ്പായം അതിന് നല്ല ചൂട് കൊടുക്കും, നല്ല സുഖമായിട്ട് കിടക്കാം. ഒരു നായ ഒരു ഉരുണ്ട രൂപത്തിൽ കിടക്കുകയാണെങ്കിൽ അത് സുരക്ഷിതമായും ഉറക്കത്തോടെയും ഇരിക്കുന്നതായിരിക്കും. കണ്ടോ, ഉരുണ്ട് കിടക്കണ ഒരു പന്ത് പോലെ ഉരുണ്ട് കിടക്കുന്നത്. കാരണം അതിന് നല്ല സുരക്ഷിതമായും സന്തോഷമായും കിടക്കാൻ അതിന് പറ്റും. അതാണ് അതിൻ്റെ അർത്ഥം, ഇങ്ങനെ ഉരുണ്ട് കിടക്കുകയാണെങ്കിൽ. നിങ്ങളെപ്പോലെ തന്നെ നായകൾക്കും ശക്തരും സന്തോഷവാന്മാരും ആയിരിക്കാൻ എല്ലാ ദിവസവും നടക്കുകയോ ഓടുകയോ ചെയ്യണം. കണ്ടോ, നല്ല സന്തോഷമായിട്ട് ഓടണം. കണ്ടോ, അതിൻ്റെ ഉടമസ്ഥൻ്റെ കൂടെ അതിങ്ങനെ സന്തോഷിച്ച് ഓടാണ്. നായകൾക്ക് അവരുടെ വളരെ ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് അവരുടെ കട്ടിയുള്ള കളിപ്പാട്ടങ്ങൾ ചവയ്ക്കുകയും കളിക്കുകയും ചെയ്യുന്നു. അവർക്ക് നല്ല ബലമുള്ള പല്ലുകളാണ്. ശക്തമായ കളിപ്പാട്ടങ്ങൾ കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമാണ്. അവരുടെ കുറേ സമയം അത് ചവച്ച് അവർ കളയും. അതും ഒരു കളീൻ്റെ രീതിയാണ് അവരുടെ. അവർ നിങ്ങളുടെ സുഹൃത്താണ് എന്ന് കാണിക്കാൻ അവർ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേഗത്തിൽ ഒരു നക്ക് തരും. കണ്ടോ, നക്കണേ. പട്ടിക്കുട്ടികൾ നക്കണത് നിങ്ങളോട് സ്നേഹം കാണിക്കാനാണ്. ചിലവർക്കത് ഇഷ്ടം, ചിലവർക്ക് ഇഷ്ടമില്ല. പക്ഷേ നായ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. കാരണം നമുക്ക് ഒരു ഉമ്മ തരുന്ന പോലെയാണ് അത് നക്കണത്. കണ്ടോ, ഈ കുട്ടിക്ക് എത്ര സന്തോഷമാണ് നക്കുമ്പോൾ. നായ്ക്കും സന്തോഷം. ഒരു നായ്ക്ക് ഒരു മുതിർന്ന മനുഷ്യനേക്കാൾ വളരെ വളരെ വേഗത്തിൽ ഓടാൻ കഴിയും. കണ്ടോ, നായ ഓടിയിട്ട് പറയണേ, എനിക്ക് നല്ല സ്പീഡിൽ ഓടാൻ പറ്റുമല്ലോ നിങ്ങളെക്കാളും. അപ്പം മനുഷ്യൻ പറയാണ്, എനിക്ക് അറിയാം, ഞാൻ മടുത്തു. എല്ലാം നായയും ഒരു ഉറ്റ സുഹൃത്താണ്. കൂടാതെ അവരുടെ കുടുംബത്തെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നു. കണ്ടോ, നായ്ക്ക് എത്ര സന്തോഷം കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ. അവർ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒറ്റ സുഹൃത്താണ്. അവർ സന്തോഷിച്ച് അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കുന്നു, സന്തോഷിക്കുന്നു. ഓക്കെ, ബൈ. അടുത്ത കഥയിൽ നമുക്കെല്ലാവർക്കും കാണാം. ഇനി കഥകൾ കേൾക്കാൻ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ and press bell icon at Miss Story Time.